നമുക്കൊരു അടിപൊളി പേക്ക് ബോർഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ഇതേമാതിരിക്കത്തൊരു വലിയ കാർഡ്ബോർഡ് പീസ് എടുക്കണം. എന്നിട്ട് അതിനുള്ള ഹോളും ഇതൊക്കെ ഞാനൊന്ന് കാർഡ്ബോർഡ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കണം. എന്നിട്ട് പെൻസിൽ വെച്ച് തന്നെ നമ്മൾ ഇതേമാതിരിക്കകത്ത് ആ ഗ്രിഡ് ലൈൻസിൻ്റെ കോർണറിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഈ ഒരു കാർഡ്ബോർഡ് ഫുള്ള് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾസ് ഇട്ട് കൊടുക്കാൻ പെൻസിലോ പെന്നോ ബ്രഷോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ഫുള്ളായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സും ഇതൊക്കെ ഒന്ന് വൃത്തിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേമാതിരിക്കകത്ത് 2 A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ A4ൻ്റെ മുകളിൽ കൂടെ ഇതേമാതിരിക്കകത്ത് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെഗ് ബോർഡിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഈ ഹോൾസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പെഗ് ബോർഡിൻ്റെ പ്രോസസ്സൊക്കെ തീർന്നു. എന്നിട്ട് ഇനി നമുക്ക് കഴിയുമ്പോൾ ഹാങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഇതേമാതിരിക്കത്തെ പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്ത് ഞാനൊരു വാൾ ഹാങ് ആട്ടോ ഉണ്ടാക്കണേ. എന്നിട്ട് ഇതേമാതിരി ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരിക്കത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ബോ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് റെഡ് കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോ ഞാനൊന്ന് 2 മടക്കി പശ തേച്ച് ഒട്ടിച്ചിട്ട് പിന്നെ സ്റ്റിക്കർ മാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൾ ഹാങ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനത്തിന് ഈ ഒരു ബോ ഒട്ടിച്ച് കൊടുത്താൽ നമ്മൾ വാൾ ഹാങ് റെഡിയായി. പിന്നെ ഞാനൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അങ്ങനെ നമ്മളൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഷെൽഫാണ്. ഇതേമാതിരിക്കത്തെ സ്പോഞ്ച് എടുത്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 ഷെൽഫ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ പേപ്പർ ക്ലിപ്പാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ 2 പേപ്പർ ക്ലിപ്പാട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് പിങ്കും ഒന്ന് ഗ്രീനും ആണ്. അങ്ങനെ ഞാൻ 2 പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് ആ ഒരു ഇതിന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നാനോ ടേപ്പ് വെച്ചിട്ടാട്ടോ ഞാൻ ഈ പെൻ ഹോൾഡറും വാൾ ഷെൽഫും എല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബോവിൻ്റെ വാളെല്ലാം ഹാങ് ചെയ്യണ സാധനം ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാൻ ഇതേമാതിരി ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേമാതിരിക്കത്തെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു ഓർഗനൈസറും പാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേമാതിരിക്കത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക ഒരേ സൈസിൽ തന്നെ. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഓർഗനൈസർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ടും സ്പോഞ്ച് വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കണേ. അങ്ങനെ നമ്മുടെ എല്ലാ ഹാങ് ചെയ്യുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഞാൻ ആ ഒരു പെൻ ഹോൾഡർ ഓൾറെഡി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വാളിൽ ഹാങ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ഷെൽഫ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.